വോട്ട് ബാങ്കിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് കോൺഗ്രസുകാർ എന്നതിന് പ്രത്യേകിച്ചൊരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മോദി സർക്കാരിന്റെ വനിതാ സംവരണ ബില്ലിനെ തോൽപ്പിക്കാൻ CPM-ന്റെയും CPI-യുടെയും പിന്തുണ തേടിയെത്തിയ രാഹുൽ ഗാന്ധിയെ ഇടത് നേതാക്കൾ കണ്ടം വഴി ഓടിച്ച വാർത്ത കേട്ടിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ തരം താഴ്ന്ന പ്രസംഗങ്ങളും അതിനോടുള്ള ഇടത് പാർട്ടികളുടെ രോഷപ്രകടനവും വെറും നിഴൽ യുദ്ധം മാത്രമാണെന്ന് വ്യക്തം. കേരളത്തിൽ വന്ന് CPM-നെ BJP-യുടെ ബി ടീം എന്ന് വിളിച്ച രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെതിരെ ആഞ്ഞടിച്ചാണ് ഇടതു നേതാക്കൾ രംഗത്തെത്തിയത്. എന്നാൽ BJP വിരുദ്ധതയുടെ പേരിൽ ഡൽഹിയിൽ ഒരേ തളികയിൽ ഉണ്ണുന്നവർ കേരളത്തിലെത്തുമ്പോൾ പരസ്പരം കടിച്ചു കീറുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണെന്ന് BJP പറയാതെ തന്നെ പൊതുജനത്തിനറിയാം. രാഹുൽ ഗാന്ധിയുടെ മനോവൈകല്യമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ പുറത്തു വരുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. സ്വന്തം സഖ്യകക്ഷികളെ പോലും അധിക്ഷേപിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന അദ്ദേഹത്തിന്റെ മോഹം കേരളത്തിലെ ജനങ്ങൾ ഇടയ്ക്കിടെ നുള്ളാറുണ്ടെങ്കിലും അധികാരമോഹികൾ സോപ്പിട്ട് പതപ്പിക്കാൻ ശ്രമം നടത്തുമ്പോൾ ആ മോഹം പിന്നെയും കിളർക്കും. അതാണ് പതിവ്. മോദി സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന മണ്ഡല പുനർനിർണയ തീരുമാനത്തിൽ നിലപാട് ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസ് വിളിച്ചു ചേർത്ത പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ നിന്ന് CPM, CPI ജനറൽ സെക്രട്ടറിമാർ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഇടതു മുന്നണിക്കെതിരെ സ്വീകരിച്ച കടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം. മണ്ഡല പുനർനിർണയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ നിന്ന് MA ബേബിയും D രാജയും വിട്ടുനിന്നത് മറ്റൊരു നാടകം. അവർ പങ്കെടുത്തില്ല എന്നേയുള്ളൂ. പക്ഷേ പകരം പ്രതിനിധികളെ അയച്ചു. ഇത് മാത്രം മതി തങ്ങൾ ഇപ്പോഴും കോൺഗ്രസിന്റെ വാലാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ. CPM പ്രതിനിധിയായി നീലോത്പൽ ബസുവും CPI പ്രതിനിധിയായി ആനി രാജിയുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. BJP-ക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ പരാമർശങ്ങൾ എന്നാണ് ഇടതു നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. മണ്ഡല പുനർനിർണയത്തിനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിപക്ഷ ഐക്യം ആവശ്യമാണെന്ന ബോധ്യമുണ്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ദേശീയതലത്തിലെ സഹകരണത്തെ ബാധിക്കുന്ന കാഴ്ചയാണ് ഈ വിട്ടുനിൽക്കലിലൂടെ പ്രകടമാകുന്നത്. മോദി സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ചരിത്രപരമായ തീരുമാനങ്ങളെ അട്ടിമറിക്കാനാണ് ഈ പാർട്ടികൾ ശ്രമിക്കുന്നത്. വനിതാ സംവരണ ബില്ലിനെ അട്ടിമറിക്കാൻ മുൻപ് ശ്രമിച്ച ചരിത്രമുള്ളവരാണ് ഇടതുപക്ഷവും കോൺഗ്രസും. ഇപ്പോൾ മണ്ഡല പുനർനിർണയത്തെ ഭയപ്പെടുന്നത് തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ തകരുമെന്ന ഭീതി കാരണമാണ്. വികസനത്തിന്റെ രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ വിദ്വേഷത്തിന്റെയും അവസരവാദത്തിന്റെയും രാഷ്ട്രീയമാണ് പ്രതിപക്ഷത്തിന്റേത്. പ്രതിപക്ഷ യോഗത്തിൽ നിന്ന് പ്രധാന നേതാക്കൾ വിട്ടുനിന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ പ്രാദേശിക പാർട്ടികൾ പോലും വിശ്വസിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. കേരളത്തിൽ BJP ശക്തിയാർജിക്കുന്നത് തടയാൻ രൂപീകരിച്ച അവിശുദ്ധ സഖ്യം ഇപ്പോൾ പരസ്പരം പാരവെച്ച് തകരുകയാണ്. BJP മുന്നോട്ട് വെക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മന്ത്രത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് വരും കാലങ്ങളിൽ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധിയുടെ തരം താഴ്ന്ന രാഷ്ട്രീയവും CPM-ന്റെ ഇരട്ടത്താപ്പും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും.